ക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു സർവൈവൽ വീഡിയോ ചെയ്യാൻ പോണ്. അപ്പോൾ ഞാനൊരു വീട് ഉണ്ടാക്കണവരായിരിക്കും വീടിൻ്റെ എപ്പിസോഡ്സ് മാത്രം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണ ഗൈസ് എല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു വുഡ് വെട്ടി ഗൈസ്. ഓക്കെ, ഈ വുഡാണ് നമ്മൾ വെട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു സർവൈവ് ചെയ്യണം. അപ്പോൾ ഞാൻ സോംബീസിനൊക്കെ ആക്രമിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് സോംബികളെ കൊല്ലണമെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടണം. അപ്പോൾ കുറേ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ഫസ്റ്റത്തെ എപ്പിസോഡ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ്. അതിൽ നമുക്ക് ഇതുണ്ടാക്കണം, ക്രാഫ്റ്റിംഗ് ടേബിള് ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്. അതിൽ നമുക്ക് വുഡ് എടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. അല്ലാണ്ട് പ്രശ്നം പണിയാവും സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാതും ശരിയായിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഗൈസ് നമ്മൾ ആദ്യം. അപ്പോൾ ഇവിടെ സ്പോൺ ചെയ്യാമല്ലേ, ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തിട്ട് വേണ്ടേ? ആദ്യം നമ്മൾ വുഡ് എടുത്തില്ല ഗൈസ്, അല്ല സ്റ്റിക്ക് എടുത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് മേടിക്കാം നാന്നും കൂടി. ഓക്കെ, അതിന് നമുക്ക് ഒരു യുദ്ധം നടത്താൻ വാള് വേണം, പിന്നെ കുറച്ച് ഇത് വേണം, വുഡൻ ബ്ലോക്ക് ഇത് വേണം. എല്ലാത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ അങ്ങനെ കളിക്കാറൊന്നുമില്ല, അത് സംഭവമാണ്. സോറി. ഓക്കെ, പൊട്ടുള്ളത് ഗൈസ്, പൊട്ടി. ഇനിയാണ് ഏറ്റവും ട്രാജഡിയായ വേറെ കാര്യം ഗൈസ്. ഇനി നമുക്ക് ഒരു ചെമ്മരിക്കുട്ടനെ കണ്ടുപിടിക്കണം. ഈ ആട്ടുംകുട്ടികളൊക്കെ എവിടെയാണാവോ? ആടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇടയ്ക്കായിട്ട് ആട് 3 റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ മാർച്ച് ആ സമയത്താണ് ഇറങ്ങുന്നത്, മാർച്ച്. അപ്പോൾ 2025 മാർച്ചിലായിരിക്കും ഇറങ്ങുക. അന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ടും അറിയില്ല. ഇമാതിരി ഇങ്ങനെ കോഴികളൊക്കെ വന്നിട്ട് ഒരു കോഴീനെ നമ്മൾ കൊന്നു ഗൈസ്. ഓക്കെ, ഒരു കോഴീനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി ഒരു ആടിനെ, അല്ലെങ്കിൽ ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിള് ക്രിയേറ്റീവ് മോഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിറച്ചാട് ഗൈസ്. ആടുകൾ കളിയായിരിക്കും ഇവിടെ. പക്ഷേ ഈ പ്രാവശ്യം ആടുകളില്ല. സംശയമുണ്ട്, ആടുകളുണ്ടോ എന്നൊരു സംശയം. ഓക്കെ സംശയമില്ല. പക്ഷെ ഇല്ല, നമുക്കിവിടെ വീടുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. വീടുണ്ടാക്കണം, കൃഷി ചെയ്യണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആടിൻ്റെ ഒരു പശുക്കുട്ടി, നമ്മൾ കണ്ട പോലെ പശുക്കുട്ടി തന്നെയാണല്ലോ. പശുക്കുട്ടൻ ബൊമ്മാലെ ഇത്ര ഞാനിന്നെ ഇതിനൊക്കെ ചത്ത് കഴിച്ചു. നമ്മൾ വെള്ളത്തിൽ വീണ് നമ്മൾ മരിക്കും, അത് വേറെ കാര്യം. മരിക്കില്ല, ചെറുതായിട്ടൊരു തിരിച്ചടി കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആടിനെ കിട്ടിയാൽ സംശയം. ഓക്കെ, എൻ്റെ ചെറിയ സ്വിച്ചുകളൊക്കെ മാറിയുള്ളൂ. ഞാനൊരു ഇരുട്ടത്തിരിക്കുന്നത് പേടിയാവുന്നുണ്ട്. ഒന്നല്ല ഗൈസ്, വീട്ടിൽ കറണ്ട് പോയിക്കാണ്, അങ്ങനെ പ്രശ്നം. അത് ചെറിയ കണ്ണാണ് പ്രശ്നം. എനിക്ക് ഓർമ്മയുള്ള തരത്ത് ഞാൻ കളിക്കും, അല്ലെങ്കിൽ ഈ കഴുതിയ പോലെ ഇങ്ങനെ ചാടി കളിക്കും ചുമ്മാ ഗൈസ്. അങ്ങനെ കഴുതുകളൊന്നും ഇവിടെ വയ്ക്കാൻ പാടില്ല. കഴുതുകളൊക്കെ അപ്പാപ്പ് കൊല്ലണം നമ്മളെ. ഓക്കെ, കഴുത ഇവിടെ മൊന്നാച്ചി മയിലെ കൊല്ലിനെ നമുക്ക് ചത്ത് നമുക്ക് ഞാൻ കുറേ നേരം നോക്കണം. ഒരു സംഭവം ഇതാ പറഞ്ഞ ഓരോ സമയത്ത് ഓരോ ഭാഗ്യമാണ് ഗൈസ്. ഒരു ആടിന് കിട്ടിയിട്ടുണ്ട്. ഇത്ര നേരം കാണാത്ത ഈ പൊട്ടം കാച്ചി മണ്ണിക്കുണാപ്പി കഴുതാനെ നമുക്ക് ഇന്ന് കിട്ടി. കടിക്കാൻ പറ്റണ്ട. ഇങ്ങനെ അടിച്ചിട്ട് വേണം എനിക്കൊന്ന് സൂപ്പാക്കാൻ. അല്ല എത്ര മണി? ചൂടിനോടെ എടമൊമ്മാലെ രാത്രിയാ പറയുന്നുണ്ട്. എന്തായാലും ഇന്നൊരു തിരിച്ചടി കിട്ടും. നമുക്കതെന്തരം നോക്കിയിട്ട് വരാം. എന്തായാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കിങ്ങനെ രാവിലെ വരെ കാത്തിക്കാനൊന്നും പറ്റില്ല. എനിക്കങ്ങനെ ശീലമൊന്നുമില്ല. നമുക്ക് നോക്കേണ്ടി വരും. രാത്രി കഴിഞ്ഞാൽ ആകെ ഒരു അലമ്പാണ് ഗൈസ്. സോംബികൾ ഞാൻ ഈ സോംബികളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. സോംബികളെ കൊല്ലാൻ നിന്നാൽ ഹലോ ഗൈസ്, അപ്പം എൻ്റെ അമ്മ ഒന്നുകൊണ്ട് ആകെ ഒരു പണി കിട്ടി. ഞാൻ അമ്മേനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഒരു സോംബി ഒന്ന് എന്നെ കൊന്നു ഗൈസ്. വലിയൊരു പ്രശ്നമായി. അതാണ് വേറെ കാര്യം. എൻ്റെ കൈ കെട്ടി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ പുലിവാലാണ് ദൈവം എൻ്റെ.
ഈശ്വരനറിയാം ഗൈസ്. ഞാനൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കെന്നെ അറിയില്ല. എങ്ങനെയെങ്കിലും ഒരു വീട് വില്ലേജ് എങ്ങനെയും ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രശ്നം വളരെ കഠിനമാകും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. ഇത് കുറേ നേരം ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ ആ പന്ന കഴിവരും സമ്മതിച്ചില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇടുന്ന കാര്യം നമ്മളെ ചാനൽ അത്രയും മെച്ചപ്പെടണമെന്നില്ല, സബ്സ്ക്രൈബേഴ്സും പോലും അധികം ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിട്ട് പന്നിനേക്ക് കിട്ടിയില്ല ഗൈസ്. ആടിനെ കൊല്ലാൻ നേരത്ത് ഞാനൊരു വട്ടം ചത്തുപോയി, രണ്ടാമത്തെ വട്ടം ചത്തുപോയി. എന്തിരത് ഒരു തലവനെയാണ് ആട്, കുരുത്തങ്ങട്ട ആട്, നശിച്ചു പോവാട്. തേങ്ങര മൂട് എൻ്റെ വെടിക്കഥ പറയും. കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടത് ഇതൊക്കെ ചെയ്തത്. പിന്നെ വീടുണ്ടാക്കണതൊക്കെ എൻ്റെ വലിയ കാര്യം തന്നെയായിരുന്നു. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്കൊരു മണ്ണ് വെച്ച് വീടുണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം? പുച്ഛമായിരിക്കും, പുച്ഛം. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വീടിൻ്റെ ഒരു പ്രോമാറ്റൊക്കെ ചെയ്യുകയാണെന്നാണ് ആവശ്യൻ്റെ നിഗമനം. ഞാൻ ആദ്യം ഒരു ഇതെടുക്കാം, വുഡ് മേക്കറാണ്. സോറി ഇതിലേക്കിട്ട് അതിലെ പൊട്ടെ അയ്യോ അച്ചിട്ട് പോയി. മൗസിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ബട്ടൺ തെറ്റി പോണ കേസ്, ബട്ടൺസ് മാറി പോകണം. ഒരു വീടുണ്ടാക്കാം നമുക്ക്, എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കിയാലൊക്കെ ആയുള്ളൂ ഗൈസ്. ഭയങ്കരമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാറായിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരു പ്രോട്ടോടൈപ്പിങ് കഴിഞ്ഞു. ഈ നേരം നോക്കിയാൽ നേരത്തൊന്നും കാണില്ല അതിൻ്റെ മോനെ. ഗൈസ് അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി നമ്മൾ. ഓക്കെ ഷീറ്റ് ഓക്കെ വീട് നമ്മൾ പണിയാൻ പോണു. ഏകദേശം ഒരു വുഡൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. അത് നമുക്ക് വീടിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. പിന്നെ റെക്കോർഡിങ് കപ്പാസിറ്റി എൻ്റെ മൊബൈലില്ല. ഗൈസ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ.